മിക്സിയിലൊന്ന് കറക്കി സോസ് പാനിൽ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കസ്റ്റാർഡ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ റവ എല്ലാം നന്നായിട്ട് ഇനി കുതിർന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ റവ എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഫ്ലേവർ ഇല്ലാത്ത 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയോ കോൺഫ്ലോർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചിട്ടെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളം ചൂടുള്ള പാൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. ഞാനിവിടെ ടോട്ടൽ 1/4 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മൈദയിലേക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ അടിയിലേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്തും കൂടെ എടുക്കണം. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കൊരു പഴയ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇനി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേണം ഈ പാൻ വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്നിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചതിന് ശേഷം വീണ്ടും നമുക്കൊരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.